ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടുകാണി ചുരമില്ലേ, അപ്പോൾ അവിടെ നിന്ന് താഴെ മുതൽ മുകളിൽ വരെയുള്ള കാഴ്ചകളും അതുപോലെ ഗൂഡല്ലൂരിൽ നിന്നുള്ള കുറച്ച് വ്യൂവും അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ വഴിക്കടവെന്ന് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. അപ്പോൾ ഇവിടെ നിന്നുള്ള കുറച്ച് വ്യൂസ് ഉണ്ട്. അതുപോലെ നമ്മുടെ സൈഡിലെ റോഡൊക്കെ നല്ല അടിപൊളി റോഡാട്ടോ, നല്ല വീതി കൂട്ടി, അതുപോലെ തന്നെ നല്ല കുണ്ടും കുഴിയൊന്നുമില്ല, ടാർ ചെയ്ത് നല്ല സെറ്റപ്പ് റോഡാണ് നമ്മുടേത്. പക്ഷേ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ റോഡ് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. നമ്മുടെ കാറിനെ 2-3 തവണയൊക്കെ അടി തട്ടിപ്പോയി, അത്രയും വലിയ കുഴികളുണ്ട്. അതുപോലെ തന്നെ റോഡൊന്നും ഇല്ല, പകുതിയുണ്ട്. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെയാണ് തമിഴ്നാട് നാടുകാണി ചുരം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വഴിക്കടവെന്ന് പറഞ്ഞ് കയറി ബോർഡർ വരെ നല്ല റോഡാണ്. അത് ഇടയിൽ കുറച്ചൊരു സ്ഥലം മാത്രം കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അത് കുറേ കാലമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്, ഞങ്ങൾ കുറേ ആയിട്ട് കാണുന്നുണ്ട്. ഞങ്ങളിതാ ഇപ്പോൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ്. ഇത് ആക്ച്വലി ഞാൻ യൂട്യൂബിൽ ഇടണമെന്ന് വിചാരിച്ചതല്ല. എനിക്ക് ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ, അങ്ങനെ ആകാശത്തിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ തോന്നി എന്നാൽ ഇതെല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. ഇതാണ് കേട്ടോ വ്യൂ പോയിൻ്റ്, നാടുകാണി ചുരത്തിലെ വ്യൂ പോയിൻ്റ് ഇതാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഇവിടെ എപ്പോഴും ഒരുപാട് പേരുണ്ടാവാറുണ്ട്, വൈകുന്നേരങ്ങളിലാണ് എപ്പോഴും ആളുകൾ ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ ഇതാണ് വ്യൂ പോയിൻ്റ്. ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ ഒരുപാട് ആളുകൾ ഡെയിലി വരുന്നവരുണ്ട്. ഡെയിലി അവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. പിന്നെ പൊതുവേ നല്ലൊരു ക്ലൈമറ്റും ആയിരിക്കും ഇവിടെ. ഞങ്ങളിത് ഒരു ഉച്ച നേരത്താണ് പോയത്, അത് കാരണം അത്യാവശ്യം നല്ല വെയിലുണ്ട്, എന്നാലും വലിയ ചൂടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സൈഡാണ്, റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ മോശമായിട്ടിരിക്കുന്നത്, ബാക്കിയെല്ലാം നല്ല റോഡുകളാണ്. നമ്മുടെ സൈഡിലെ റോഡിൻ്റെ ഈ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ കുറച്ച് മോശമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കൂ, ആകാശമൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. കുണ്ടും കുഴിയൊക്കെയാണ്, കുണ്ടും കുഴിയില്ല, റോഡ് ലെവലാണ്. പക്ഷേ മെറ്റലിട്ടിട്ട് അത് ഫുള്ള് ടാർ ചെയ്തില്ല, കുറച്ച് ഭാഗം മാത്രം. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ ഞങ്ങൾ ശരിക്കും കണ്ടിട്ടുണ്ട്. ഓരോ ട്രാവൽ ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ പണി നടക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾ രണ്ട് സൈഡും ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, ഒരുപാട് ഭംഗിയാട്ടോ. ഒരുപാട് മങ്കികളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ. അതുപോലെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് ബോർഡ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാനിതുവരെ ആനേനൊന്നും കണ്ടിട്ടില്ല. അല്ല, കാണണമെന്ന് ആഗ്രഹമില്ല കേട്ടോ. ഭയങ്കര റിസ്ക്കാണ് ഇവിടെ ആനേനെ കാണുന്നത്. നമ്മുടെ ഫോറസ്റ്റിൽ ആനേനെ കാണുന്ന പോലെയല്ല, ഈ ചുരത്തിൽ ആനേനെ കാണുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അത് കാരണം കാണണമെന്ന് ആഗ്രഹമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റോഡ്. ഞങ്ങളിനി നേരെ തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. ബോർഡർ എത്തി. ഇവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് കുഴികൾ, കണ്ടില്ലേ. പകുതി റോഡേ ഉള്ളൂ, പകുതിയില്ല, ആ ഭാഗം കുറച്ച് മാത്രമേ റോഡുള്ളൂ, ബാക്കി ഫുള്ള് കുഴിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ മുകളിലെത്തുന്നവരെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് വളരെ പതുക്കെ മെല്ലെ പോകാനേ പറ്റുള്ളൂ, കാരണം അത്രയും കുഴികളാണ്. ഇതിപ്പോൾ ഞങ്ങളൊരു 4-5 ടൈമായി ട്രാവൽ ചെയ്യുന്നു, അപ്പോഴൊക്കെ ഈ ഒരു റോഡിൻ്റെ അവസ്ഥ തന്നെയാണ് കേട്ടോ. ഇതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇത് കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാ വളവുകളിലൊക്കെ ഉള്ള കുഴികളാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാൽ ചുരം കൂടി ആയത് കാരണം ഇവിടെയൊക്കെ ഭയങ്കര കുഴിയായിരുന്നു. ഞങ്ങൾ നിർത്തിയിട്ടാണ് ലോറി വന്നത്, കാരണം പോകാനുള്ള സ്പേസും പിന്നെ ആ ഉള്ള സ്പേസിൽ നിറയെ കുഴിയും. അപ്പോൾ അത് കാരണം ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളെ യാത്ര.
മുകളിലെത്തിയിട്ട് കുറച്ച് വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് ഊട്ടി ഹിൽസൊക്കെ ഞങ്ങൾ കണ്ടത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഈവനിങ് വ്യൂ കൂടെ ഉണ്ട് കേട്ടോ. ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടി ഹിൽസ് കാണുന്ന ഒരു രാത്രിയിലെ വ്യൂ, അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ദൂരം ഇതാ ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഇതാരുടെയെങ്കിലും ശ്രദ്ധയിൽ പെട്ടാൽ അത് നമുക്കൊരു ഹെൽപ്പ് ആവുമല്ലോ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം അത്ര മോശമാണ് ഈ ഒരു തമിഴ്നാടിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അത് ഒരുപാട് കഷ്ടവും ഒരുപാട് ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട് അതിലൂടെ പോകുമ്പോൾ. നമുക്ക് തന്നെ ഒരുപാട് ലഗേജൊക്കെ ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കാറിൻ്റെ അടി തട്ടിപ്പോവും. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്ന് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ കാറിൽ ഫുള്ള് ലോഡായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം നല്ല കഷ്ടമായിരുന്നു ഈ ഒരു യാത്ര. കണ്ടില്ലേ, റോഡിൻ്റെ ഒക്കെ ഒരു ഭാഗ്യം നമുക്കുള്ളൂ, ബാക്കി മൊത്തം പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പേടിയായിരുന്നു ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ. കാരണം ചെരിഞ്ഞൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ടെൻഷനും പേടിയൊക്കെയാണ്. ഒന്നാമത് ഇത് ചുരം കൂടി ആയത് കാരണം. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് എയർപിന്നിലെ കാഴ്ചകൾ. ഇത് കുറച്ച് നേരം ഉണ്ട്, താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ. എന്നിട്ട് ലാസ്റ്റിൽ നല്ല ഈ ഒരു ചുരം കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഊട്ടി ഹിൽസിൻ്റെ ഒരു വ്യൂസും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കൂ. നല്ല അടിപൊളി വ്യൂ ആണ്, മഞ്ഞൊക്കെ ആയിട്ട്. പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ആ ഒരു സീനും ആ ഒരു വീഡിയോ ഒക്കെ. അപ്പോൾ അതൊന്ന് കണ്ടോളൂ. വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുണ്ടും കുഴിയൊക്കെ ചാടി നമ്മൾ ഈ ഒരു തമിഴ്നാട് ക്രോസ് ചെയ്യുന്നതിന് എൻട്രി ഫീസായിട്ടൊരു 30 രൂപ നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ മാത്രമേ ഒരു ബില്ല് തരാറുള്ളൂ, ചോദിച്ചില്ലെങ്കിൽ ബില്ലൊന്നും കിട്ടാറില്ല. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തമിഴ്നാട് ബോർഡർ കയറി തിരിച്ചിറങ്ങുന്നതിനാണ് ഈ ഒരു പൈസ അവർ വാങ്ങിക്കുന്നത്. അത് കുറച്ച് കഷ്ടമായിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം നമ്മളവിടെ ടൂറിന് പോകുന്നതോ ട്രിപ്പിന് പോകുന്നതോ ഒന്നുമല്ല, നമ്മൾ ബാംഗ്ലൂർ വരുന്ന വഴിക്ക് നമ്മളൊന്ന് കയറി അതുപോലെ തന്നെ മുതുമല കയറി അങ്ങോട്ട് ഇറങ്ങുന്നു. എന്നിട്ട് ഈ റോഡൊക്കെ അത്രയും മോശമായിട്ടിരിക്കുമ്പോൾ നമുക്കതൊരു സുഖമില്ലാത്തൊരു ഫീല്. നേരെ മറിച്ച് നമ്മൾ ബാംഗ്ലൂർ കയറുമ്പോഴും അല്ലെങ്കിൽ കർണാടക ബോർഡർ കയറുമ്പോഴും അവർ നമ്മളെ കയ്യിൽ നിന്ന് 20 രൂപ എൻട്രി ഫീസ് വാങ്ങുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ TN രജിസ്ട്രേഷൻ വണ്ടികൾക്കൊന്നും ഈ ഒരു എൻട്രി ഫീസ് ഇല്ല.
പിന്നെ ഞാൻ ചിന്തിച്ച എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന വണ്ടികളുടെ അടുത്ത് നിന്ന് കേരളത്തിന് വാങ്ങിക്കാമല്ലോ ഒരു എൻട്രി ഫീസ്. ഞാനതെവിടെയും കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ KL വണ്ടികൾ ഒഴിവാക്കി വേറെ ഒരു വണ്ടി വരുന്ന സമയത്ത് നമുക്കും അതുപോലെ എൻട്രി ഫീസ് വാങ്ങിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്കിത് ആകാശ കാഴ്ചകൾ കാണാം. എന്ത് ഭംഗിയാലേ സ്കൈ കാണാൻ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ. അപ്പോൾ ഇതുപോലത്തെ വ്യൂ കാണാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. അപ്പോൾ അതിൻ്റെ എൻഡ് വരെ ഇനി ഇതുപോലത്തുള്ള കാഴ്ചകളാണ്.